ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയാലോ. നീർദോശയുടെയും ചപ്പാത്തിയുടെയും എന്തിന് ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസസാണ് കേട്ടോ ഇത്. ഇനി എല്ലുള്ള പീസസ് ആണെങ്കിൽ വേവിച്ച ശേഷം എല്ലൊക്കെ ഒന്ന് കളഞ്ഞെടുത്താലും മതിയാകും. നമുക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് മിക്സിയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ചോപ്പറിലിട്ടെടുത്താലും മതി. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും മതിയാവും. ചോപ്പറിലിട്ടെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടെ ഒരു പച്ചമുളകൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഈ ഒരു സവാളയിലോട്ടൊക്കെ ഉള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും. ഇത് നോർമൽ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ചോപ്പറിലൊക്കെ ഇട്ട് ചിക്കി എടുത്തുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചിക്കനും മസാലയൊക്കെ നല്ല കമ്പൈനായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് അധികം മസാലയൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഉള്ള മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ ചിക്കൻ ഓൾറെഡി ഇങ്ങനെ ഡ്രൈ ആയിട്ടാവും ഇരിക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ തന്നെ മതിയാകും കേട്ടോ. ഈ ചിക്കനൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടിയുടെ ഫ്ലേവറാണ് ഇതിലോട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സാക്കി എടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എത്ര എളുപ്പത്തിലാണല്ലേ നമ്മൾ ഈ ചിക്കൻ്റെ വിഭവം തയ്യാറാക്കിയെടുത്തത്. തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്